നമസ്കാരം. വളരെ രസകരവും എന്നാൽ അല്പം സങ്കീർണവുമായ ഒരു ദൈവശാസ്ത്ര ചർച്ചയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. കുരിശിലെ യാഗത്തെക്കുറിച്ച് ഈ സ്രോതസ്സ് എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. യേശുക്രിസ്തു മരിച്ചത് നമുക്ക് പകരമായാണോ അതോ നമുക്ക് വേണ്ടിയാണോ? വളരെ പ്രധാനപ്പെട്ട ഈയൊരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ പഠനത്തിന്റെ അടിസ്ഥാനം. ഇന്നത്തെ നമ്മുടെ ഈ വിശദീകരണം പ്രധാനമായും 5 ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. തെറ്റായ സന്ദേശങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ മുതൽ കുരിശിനെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, ചില ജനപ്രിയ ഉദാഹരണങ്ങളിലെ പോരായ്മകൾ, യാഗത്തിന്റെ യഥാർത്ഥാർത്ഥം, ഒടുവിൽ നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങളെ എങ്ങനെ സ്വയം പരിശോധിക്കാമെന്നതുവരെ ഇതിലുൾപ്പെടുന്നു. നമുക്ക് തുടങ്ങാമല്ലേ? ആദ്യം തന്നെ തെറ്റായ സന്ദേശങ്ങളെക്കുറിച്ച് ഈ സ്രോതസ്സ് നൽകുന്ന വളരെ ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് നോക്കാം. മനുഷ്യന്റെ സ്വന്തം വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥ സന്ദേശത്തെ വികലമാക്കുന്നത് എന്ന് കാണിക്കാൻ അപ്പസ്തോലനായ പൗലോസിന്റെ ഒരു പ്രശസ്തമായ വാക്യമാണിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ ഇത്ര വേഗം തിരിഞ്ഞു പോകുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്ന് അദ്ദേഹം ഗലാത്യരോട് പറയുന്നുണ്ട്. അതായത് മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ എത്ര വേഗത്തിലാണ് യഥാർത്ഥ സന്ദേശത്തിന്റെ ഇടയിലേക്ക് നുഴഞ്ഞുകയറുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ എന്താ ഇപ്പോൾ പറയാൻ കാരണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? കാരണം നമ്മുടെ ഇന്നത്തെ ഈ പരിശോധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: യേശുക്രിസ്തു മരിച്ചത് നമുക്ക് പകരമായിയാണോ അതോ നമുക്ക് വേണ്ടിയാണോ? കേൾക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമല്ലേ എന്ന് തോന്നാം. പക്ഷേ ഈയൊരൊറ്റ ചോദ്യത്തിലാണ് വളരെ വലിയൊരു ദൈവശാസ്ത്ര ചർച്ച നിലനിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന 2 പ്രധാന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സ്രോതസ്സ് 2 വ്യത്യസ്ത ആശയങ്ങളെയാണ് പ്രധാനമായും താരതമ്യം ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് പകരം നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ; മറ്റൊന്ന്, നമുക്ക് വേണ്ടി അഥവാ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഐക്യദാർഢ്യം എന്ന നിലയിൽ. ഒരു പകരക്കാരൻ എന്നതും നമ്മോടൊപ്പം നിൽക്കുന്നതും തമ്മിൽ വളരെ വലിയൊരു ഭാഷാപരവും ദാർശനികവുമായ വ്യത്യാസമുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി ഈ പകരക്കാരൻ എന്ന ആശയത്തിലെ ചില പോരായ്മകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പലരും വളരെ സാധാരണയായി പറയാറുള്ള 2 സഹോദരന്മാരുടെ ഒരു കഥയുണ്ട്. അതായത്, അനുജൻ ഒരു കൊലപാതകം ചെയ്യുന്നു, എന്നിട്ട് യാതൊരു തെറ്റും ചെയ്യാത്ത ജ്യേഷ്ഠൻ ആ കുറ്റമേറ്റെടുത്ത് ജയിലിൽ പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത അനുജൻ യാതൊരു ശിക്ഷയുമില്ലാതെ സ്വതന്ത്രനാകുന്നു. കുരിശിലെ യാഗത്തെ വിശദീകരിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കഥയാണിത്. പക്ഷേ ഈ കഥയിൽ വളരെ വലിയൊരു പ്രശ്നമുണ്ടെന്നാണ് സ്രോതസ്സ് വാദിക്കുന്നത്. എന്താണ് ആ പ്രശ്നം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊരു തികച്ചും നീതിരഹിതമായൊരു കാര്യമല്ലേ? ഇവിടെ കുറ്റം ചെയ്ത വ്യക്തിക്കുള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ആത്മീയ പരിവർത്തനം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് പകരം എന്ന ഈ ചിന്താഗതി വളരെ അനീതി നിറഞ്ഞൊരു വ്യവസ്ഥയാണ് കാണിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ ഇത് വിശ്വാസിക്ക് യാതൊരുവിധ മാറ്റവും നൽകുന്നില്ലെന്നുമാണ് ഈ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വാദത്തിന് അടിവരയിടാൻ പഴയ നിയമത്തിലെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം കൂടി ശ്രദ്ധിക്കാം. പാപം ചെയ്യുന്നവനാണ് മരിക്കേണ്ടത്, അപ്പന്റെ തെറ്റിന് മകനോ മകന്റെ തെറ്റിന് അപ്പനോ ശിക്ഷ അനുഭവിക്കേണ്ടതില്ല എന്ന് അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത്, ഒരാൾക്കുള്ള ശിക്ഷ വെറുതെ യാന്ത്രികമായി മറ്റൊരാളിലേക്ക് മാറ്റുന്നത് ബൈബിൾ പറയുന്ന നീതിക്ക് തന്നെ എതിരാണെന്നാണ് സ്രോതസ്സ് അടിവരയിട്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് യാഗത്തിന്റെ യഥാർത്ഥ അർത്ഥം? ഈ സ്രോതസ്സ് വളരെ ശക്തമായി പിന്തുണയ്ക്കുന്ന ആ 2ാമത്തെ ആശയത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെയാണ് സഹക്രൂശീകരണം അഥവാ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുക എന്ന വളരെ മനോഹരമായ ഒരു ആശയം വരുന്നത്. ക്രിസ്തു നമ്മുടെ സ്ഥാനത്ത് മരിക്കുന്നതിനു പകരം നമ്മൾ അവിടുത്തെ കഷ്ടപ്പാടുകളിൽ പങ്കുചേർന്ന് ആ പുനരുത്ഥാനത്തിലും പങ്കാളികളാകുക എന്നതാണ് ഇതിന്റെ കാതൽ. യഥാർത്ഥ സുവിശേഷമെന്നത് വെറുമൊരു ശിക്ഷയിൽ നിന്നുള്ള ഓടിയൊളിക്കലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഒത്തുചേരലാണ്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നത് ഓർക്കുക. വെറുതെ ശിക്ഷയിൽ നിന്ന് മാറി നിൽക്കാനല്ല, മറിച്ച് ആ അനുഭവത്തിലൂടെ കടന്നുപോകാനും അതിൽ പങ്കുചേരാനുമാണ് വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ വചനം വളരെ വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കേട്ട ആ 2 സഹോദരന്മാരുടെ കഥയ്ക്ക് പകരമായി മറ്റൊരു മികച്ച ഉദാഹരണം ഇവിടെ നൽകുന്നുണ്ട്. ഒരു അച്ഛന്റെയും മകന്റെയും കഥ. കുസൃതി കാണിക്കുന്ന സ്വന്തം മകനെ മറ്റൊരാൾ വഴക്കു പറയുമ്പോൾ മകനോടൊപ്പം നിശബ്ദനായി നിന്ന് ആ ശകാരം കേൾക്കുന്നൊരച്ഛൻ. അതാണ് ബന്ധം.
പാപിയായ മനുഷ്യന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ പോലും ദൈവം അവനോടൊപ്പം നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഐക്യദാർഢ്യം. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നപ്പോൾ അവൻ നമ്മെ ക്രിസ്തുവിനോടൊപ്പം ജീവനുള്ളവരാക്കി എന്ന് കാണാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാണെന്നോ? ഒപ്പം അഥവാ ഒരുമിച്ച് എന്നത് തന്നെ. രക്ഷ എന്നത് എപ്പോഴും ഒരുമിച്ചു പങ്കിടുന്ന ഒരു യാത്രയാണെന്ന് ഈ സ്രോതസ് നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഇതൊന്ന് ചരിത്രപരമായി നോക്കിയാലോ? പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർക്ക് നോക്കി സൗഖ്യം പ്രാപിക്കാനായി മോശ മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു ക്രൂശിൽ ഉയർത്തപ്പെട്ടതും. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണിത്. അല്ലാതെ വെറുതെ ഒരു പകരക്കാരൻ ശിക്ഷ ഏറ്റുവാങ്ങുന്നതല്ല. രക്ഷ എന്നത് എപ്പോഴും ദൈവത്തിലേക്കുള്ള നോട്ടവും അവനുമായുള്ള ബന്ധവുമാണ്. അവസാനമായി നമ്മൾ ദിവസവും കേൾക്കുന്ന സന്ദേശങ്ങളെ എങ്ങനെ പരിശോധിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില പ്രായോഗിക കാര്യങ്ങൾ നോക്കാം. നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങളോട് ചില ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിക്കേണ്ടതുണ്ട്. ആ സന്ദേശം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ രക്ഷ നൽകുന്നുണ്ടോ? സമാധാനവും ജീവനും നൽകുന്നുണ്ടോ? ദൈവവുമായുള്ള ഒരു അടുത്ത ബന്ധത്തിലേക്ക് അത് നിങ്ങളെ നയിക്കുന്നുണ്ടോ? ഒരു ഉപദേശം എത്രത്തോളം ജനപ്രിയമാണെങ്കിലും ശരി, അത് നിങ്ങളിൽ ഈ പറയുന്ന ആത്മീയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് യഥാർത്ഥ സന്ദേശമല്ല എന്നാണ് ഈ വിശദീകരണം നമ്മോട് പറയുന്നത്. നമ്മുടെ ഈ വിശദീകരണം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളെ ചിന്തിപ്പിക്കാൻ പോകുന്നൊരു വലിയ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അവനോടൊപ്പം ആ കുരിശിലെ പരിവർത്തനം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നുണ്ടോ? കുരിശിനെ വെറുമൊരു പകരക്കാരന്റെ സ്ഥാനത്ത് കാണാതെ അതിലെ പങ്കാളിത്തം മനസ്സിലാക്കാൻ ഈ സ്രോതസ് നമ്മെ സഹായിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.